എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് +1 ഹ്യൂമാനിറ്റീസിൻ്റെ ചരിത്രം അഥവാ ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. നിങ്ങൾ +1 ഹ്യൂമാനിറ്റീസിലെ ഹിസ്റ്ററിയിലേക്ക് വരുന്നതിന് മുമ്പ് ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ അത്യാവശ്യമാണ്. ഹിസ്റ്ററിയെക്കുറിച്ച് നമ്മൾ പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ, ഹിസ്റ്ററി ഈസ് ദ ബ്രാഞ്ച് ഓഫ് നോളജ് ദാറ്റ് റെക്കോർഡ്സ് ആൻഡ് എക്സ്പ്ലെയിൻസ് ദ പാസ്റ്റ് ഇവൻറ്റ്സ്. ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഠന ശാഖയാണ്. ദാറ്റ് റെക്കോർഡ്സ് ആൻഡ് എക്സ്പ്ലെയിൻസ് ദ പാസ്റ്റ് ഇവൻറ്റ്സ്, അതായത് പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ പണ്ട് കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഉള്ള റെക്കോർഡ്സും അതിൻ്റെ എക്സ്പ്ലനേഷൻസും, അല്ലെങ്കിൽ അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നതുമായിട്ടുള്ള ഒരു പഠന ശാഖയാണ് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്നത്. Then it is a continuous systematic narrative of past events as relating to the particular people, country, person, period, etc. usually written as a chronological account. പക്ഷേ പഴയ കാലത്ത് നടന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് ചരിത്രം എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് സിസ്റ്റമാറ്റിക് നരേറ്റീവ് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളതും തുടർച്ചയായിട്ടുള്ളതും അതിനോടൊപ്പം തന്നെ എന്താണ്, നരേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നരേഷൻ. സിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ, അല്ലെങ്കിൽ വ്യക്തമായൊരു പ്ലാനിങ്ങോടുകൂടി അതിന് വിവരണാത്മകമായിട്ട് അല്ലെങ്കിൽ വിവരിച്ചുകൊണ്ടുള്ള ഒരു സംഭവത്തെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, ചരിത്രം എന്ന പേരിൽ വിളിക്കുന്നത്. ഇറ്റ് നരേറ്റീവ് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ് ആസ് റിലേറ്റിംഗ് ടു പെർട്ടിക്കുലർ പീപ്പിൾ. ചില പ്രത്യേക വിഭാഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജനവിഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനമാകാം. ദെൻ കൺട്രി, രാജ്യങ്ങളെക്കുറിച്ചുള്ളതാവാം. പിന്നീട് ചില സമയങ്ങളെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചില വർഷങ്ങളെക്കുറിച്ചിട്ടുള്ളതാവാം. ചില പേഴ്സൺസിനെ കുറിച്ചുള്ളതായിരിക്കാം. അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്, ചരിത്രത്തിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ദെൻ യൂഷ്വലി റിട്ടൺ ആസ് എ ക്രോണോളജിക്കൽ അക്കൗണ്ട്. ഇതിനെ പൂർണ്ണമായിട്ടും നമുക്കൊരു ക്രോണോളജിക്കൽ അക്കൗണ്ടായിട്ട്, അല്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് എഴുതുമ്പോഴേക്കും, ചരിത്രത്തിനകത്ത് എഴുതുമ്പോഴേക്കും അതിന് നമ്മൾ കാലഗണന കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. കാലഗണന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നടന്ന സംഭവങ്ങളെ ആദ്യമം, പിന്നെ ഓരോ കാലഘട്ടം നടന്ന കാര്യങ്ങൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിൽ എഴുതുന്നതിനെയാണ് നമ്മൾ കാലഗണന അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള കാലഗണന കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഓഫ് നോളജ് ആണ്. അതോടൊപ്പം തന്നെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ദാറ്റ് റെക്കോർഡ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പാസ്റ്റ് ഇവൻറ്റ്സ്. പാസ്റ്റ് ഇവൻറ്റ്സിനെ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്യുക, അതിനെ സൂക്ഷിക്കുകയും സംഭരിക്കുകയും സൂക്ഷിക്കുകയും അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യുമായിട്ടുള്ള ഒരു ശാഖ, ഒരു പഠന ശാഖയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, ഹിസ്റ്ററി എന്ന പേരിൽ വിളിക്കുന്നത്. പിന്നീട് പറയുന്നത് ഇതൊരു കണ്ടിന്യൂസ് സിസ്റ്റമാറ്റിക് പ്രാക്ടീസാണ്. കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നടക്കുന്നതും സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല പ്ലാനിങ്ങോടുകൂടി വിവരണാത്മകമായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതായിട്ടുള്ളൊരു സംഭവമാണ് എന്ന് പറയുന്ന ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാസ്റ്റ് ഇവൻറ്റ്സിനെ കുറിച്ചാണ്. അതായത് പ്രധാനപ്പെട്ട പാസ്റ്റ് ഇവൻറ്റ്സിനെ, അത് ചിലപ്പോൾ വ്യക്തികളെക്കുറിച്ചുള്ളതായിരിക്കാം, സംഭവങ്ങളെക്കുറിച്ചുള്ളതായിരിക്കാം, വർഷങ്ങളെക്കുറിച്ചുള്ളതായിരിക്കാം, അങ്ങനെ ഓരോ രാജ്യങ്ങളെക്കുറിച്ചുള്ളതായിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ശാഖയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പഠന ശാഖയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഏതിനെയും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്, ക്രോണോളജിക്കൽ അല്ലെങ്കിൽ കാലഗണനാപരമായിട്ടുള്ള കാര്യങ്ങളെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് പറയാം. Then the word history derived from the Greek word historia, meaning enquiry or knowledge acquired through investigation. ഇനി നമ്മൾ പറയുന്നത് വേർഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന വേർഡ് എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നാണ്. ദ വേർഡ് ഹിസ്റ്ററി ഡെറൈവ്സ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ആയിരുന്ന ഹിസ്റ്റോറിയ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് നമുക്ക് ഏത് വാക്ക് കിട്ടിയിരിക്കുന്നത്, ഹിസ്റ്ററി എന്ന് പറയുന്ന പദം കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ എൻക്വയറി അല്ലെങ്കിൽ അന്വേഷിക്കുക എന്നാണ്. അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നോളജ് അക്വയർഡ് ത്രൂ ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണത്തിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് നമ്മൾ നോളജ് അല്ലെങ്കിൽ അറിവ് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, ഹിസ്റ്റോറിയ എന്ന പേരിൽ വിളിക്കുന്നത്. ഗ്രീക്ക് ടൈമായിരുന്ന ഹിസ്റ്റോറിയയിൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എൻക്വയറി എന്ന് പറയാം, അതല്ലെങ്കിൽ നോളജ് അക്വയർഡ് ത്രൂ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാം. ദെൻ ഹെറോഡോട്ടസ് വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി. ഫാദർ ഓഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന ഹെറോഡോട്ടസ് എന്ന് പറയുന്ന ഗ്രീക്കുകാരനെയാണ്. അതിൻ്റെ കാരണം വെച്ചാൽ ഹി വാസ് ദ ഫസ്റ്റ് ഹിസ്റ്റോറിയൻ ടു കളക്ട് ആൻഡ് ഡോക്യുമെൻറ്റ് എവിഡൻസ് ആൻഡ് ഈവൻറ്റ്സ് ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നൊരു ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിന് വേണ്ടിയിട്ട് തെളിവുകൾ ശേഖരിക്കുകയും അതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു ഡോക്യുമെൻ്റായിട്ട് മാറ്റിയൊക്കെ ചെയ്യുന്നത് ഹെറോഡോട്ടസ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു, ചരിത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ വിളിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ്റ്ററി ആണ്. അല്ലെങ്കിൽ ചരിത്രം കൊണ്ടുള്ള എന്തെങ്കിലും ഉപയോഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ ചരിത്രം പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്, എന്തൊക്കെ ഉപയോഗങ്ങളാണുള്ളതെന്ന് നോക്കാം. ഒന്നാമത് നോക്കുക, ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഓൺസ് എക്സിസ്റ്റൻസ്. ഒരാളുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചും നിലനിൽപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചോ ഒക്കെ നമുക്ക് വ്യക്തമായൊരു ഐഡിയ തരുന്നത് ചരിത്രമാണ്. അതായത് നമുക്കറിയാം
ഹിസ്റ്ററി പഠിക്കുന്നതിൽ കൂടി നമുക്ക് കിട്ടുന്നത് നമ്മുടെ റേസിനെ കുറിച്ച്, നമ്മുടെ വംശത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ പ്രദേശങ്ങളെക്കുറിച്ച്, നമ്മുടെ ഫോർ ഫാദേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളെക്കുറിച്ച്, നമ്മുടെ കൾച്ചറിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഏത് സഹായിക്കുന്നു? ചരിത്രം സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴേക്കും, അങ്ങനെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പൂർവികർ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ കൾച്ചർ എങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ എങ്ങനെയാണ് ഭൂമിയിൽ വന്നത് എന്ന്, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത പോയിന്റ് നോക്കുക. ഇറ്റ് ഹെൽപ്സ് ഫോർ ക്രിയേറ്റിംഗ് എ ബെറ്റർ ഫ്യൂച്ചർ. നമുക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചരിത്രം സഹായിക്കുന്നു. അതായത് നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴേക്കും നമ്മൾ വാറുകൾ, യുദ്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചരിത്രം ചർച്ച ചെയ്യുന്നത്. അതായത് പാസ്റ്റിൽ പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത യുദ്ധങ്ങൾ, തെറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചരിത്രത്തിനകത്ത് ആവർത്തിച്ച് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ പഠിക്കുമ്പോഴേക്കും വി ക്യാൻ ആൾസോ അനലൈസ് ദെയർ കോസസ്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ കോഴ്സസ് അല്ലെങ്കിൽ അതിൻ്റെ ഗതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, പിന്നെ അതിൻ്റെ വന്ന വഴിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉള്ള മിസ്റ്റേക്കുകളെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ പഠിക്കുമ്പോഴേക്കും നമ്മൾ എന്താണ് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാറുണ്ട്. ദെൻ ഇനി നമ്മൾ സെക്കൻഡ് വേൾഡ് വാർ പഠിക്കുമ്പോഴേക്കും നമ്മൾ നാഗസാക്കി, ഹിരോഷിമ തുടങ്ങിയ സ്ഥലങ്ങൾ അണുബോംബിട്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ അത് പിന്നുള്ള ജനറേഷനെല്ലാം ഭയങ്കരമായ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഈ പറയുന്ന തെറ്റുകൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുക, ടു അണ്ടർസ്റ്റാൻഡ് ദ വർക്കിംഗ് ഓഫ് സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ വർക്കിങ്ങിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. എങ്ങനെയാണെന്ന് നോക്കുക. അതായത് ഹ്യൂമൻ സൊസൈറ്റിയെക്കുറിച്ചും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഫോർമേഷൻ, എങ്ങനെയാണ് നമ്മുടെ സമൂഹം ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സമൂഹം ഫോർമേഷൻ ചെയ്തത്, അല്ലെങ്കിൽ ഉണ്ടായത് എങ്ങനെയാണ്, അതിനകത്തുള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയെക്കുറിച്ചും നമ്മുടെ കൾച്ചറിനെക്കുറിച്ചും എല്ലാം വ്യക്തമായിട്ട് നമുക്ക് ഹിസ്റ്ററിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ വില്ലേജുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ വില്ലേജുകളിൽ നിന്നാണ് പിന്നീട് ക്രമേണ എന്ത് ചെയ്യുന്നുണ്ട്, വില്ലേജുകൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് സിറ്റികളായിട്ട് മാറുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന റിലേഷൻസ് അല്ലെങ്കിൽ ബന്ധങ്ങളിലുണ്ടായിരുന്ന മാറ്റങ്ങൾ, പണ്ട് കാലത്ത് വില്ലേജുകളിലാണെങ്കിൽ കൃഷി മാറിയിട്ട് പിന്നെ നഗരങ്ങളാകുമ്പോഴേക്കും അവിടെ എന്താകുന്നു, ട്രേഡ് തുടങ്ങിയ പരിപാടികൾ അല്ലെങ്കിൽ കച്ചവടം തുടങ്ങിയ പരിപാടികൾ തുടങ്ങുന്നു. അങ്ങനെ ഓരോ സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടും നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് മുന്നോട്ട് വന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ചരിത്രം പഠിക്കുന്നതിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നോക്കുക, ടു ഗവേൺ എഫിഷ്യൻ്റ്ലി. നമുക്ക് നന്നായിട്ട് ഭരിക്കാനായിട്ട്, ഭരണപരമായ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് നടത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നു, ഹിസ്റ്ററി സഹായിക്കുന്നു. എങ്ങനെയാണ് നോക്കുക. അപ്പം നമുക്ക് വ്യക്തമായിട്ട് ഭരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഗവേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഓൾസോ ഗെറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പോളിസീസ് വിച്ച് ആർ സക്സസ്ഫുള്ളി ആൻഡ് ഓൾസോ ദാറ്റ് വെയർ നോട്ട്. അതായത് നമുക്ക് ഇതിനകത്ത് നിന്നും വ്യക്തമായിട്ട് നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴേക്കും ചരിത്രത്തിൽ ഉണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏത് രാജ്യത്തെ ഭരണപരമായ കാര്യങ്ങളാണോ നോക്കുന്നത്, അതിൻ്റെ പാസ്റ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ മുൻകാലഘട്ടത്തിൽ എങ്ങനെയാണ് ആ പ്രദേശം ഭരിച്ചിരുന്നത്, ഏതൊക്കെ പോളിസീസാണ് അവർ ഫോളോ ചെയ്തിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുവഴി നമുക്ക് ബെറ്റർ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിനെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുമെന്ന് പറയാം. ദെൻ ലാസ്റ്റ് വൺ നോക്കുക, ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്. നമുക്കറിയാം നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പൊതുവേ നമ്മളിപ്പോൾ ജീവിക്കുന്ന സമയം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. നമ്മുടെ ഒരുപാട് ഇൻവെൻഷൻസ് കാണുന്നുണ്ട്. ദെൻ നമ്മുടെ ഡിസ്കവറീസ്, പല കാര്യങ്ങളും കണ്ടുപിടിച്ച കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാം ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ബൾബിൻ്റെ ഫോർമേഷൻ, നമ്മൾ ബൾബ് ഉണ്ടാക്കിയ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലെല്ലാം ഇപ്പോൾ ബൾബുണ്ട് അല്ലേ, ബൾബുകളുണ്ട്, CFLs ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി പഠിച്ചാൽ മാത്രമേ അത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയ ഓരോരോ ഡിസ്കവറീസും, നമ്മളിപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസ് ആയാലും അങ്ങനെ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളായാലും എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം വ്യക്തമായിട്ടുള്ള എന്തുണ്ടായിരിക്കും, ഒരു ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹിസ്റ്ററിയെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായാൽ മാത്രമേ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബെറ്ററായിട്ട് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരികയാണ്. നിങ്ങളുടെ പ്ലസ് 1 ചാപ്റ്ററിൻ്റെ പ്രത്യേകതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ ലോക ചരിത്രത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ലോക ചരിത്രത്തിൽ 3 കാലഘട്ടങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഏൻഷ്യൻ്റ്, മീഡിയവൽ, മോഡേൺ. അതായത് പ്രാചീന ചരിത്രമെന്നും പിന്നെ മധ്യകാല ചരിത്രമെന്നും ആധുനിക ചരിത്രമെന്നും പറയുന്ന 3 മേഖലകളായിട്ടാണ് നമ്മൾ ചരിത്രത്തെ തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം, കാലത്തിൻ്റെ ആരംഭമെന്നോ സമയത്തിൻ്റെ ആരംഭമെന്നോ ഒക്കെ പറയാം. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ഹ്യൂമൻ എവല്യൂഷനും ഹ്യൂമൻ ഒറിജിനും, അതായത് എന്താണ് നമ്മുടെ മനുഷ്യൻ്റെ ഉൽപ്പത്തിയും പിന്നെ മനുഷ്യൻ്റെ ആ ഒരു എവല്യൂഷൻ, പരിണാമത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക, ദ ബിഗിനിങ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഫ്രം ദ റിമോട്ട് പാസ്റ്റ്, ദാറ്റ്സ് മില്യൺ ഓഫ് ഇയേഴ്സ് എഗോ. അതായത് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പറയാൻ പോകുന്ന കാര്യം ദ ബിഗിനിങ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഫ്രം ദ റിമോട്ട് പാസ്റ്റ്, ഒരുപാട് വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ ഒരുപാട് ദശലക്ഷം വർഷം പഴക്കമുള്ള ഹ്യൂമൻ ഒറിജിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഒക്കെ, ഒരുപാട് മില്യൺ ഇയേഴ്സിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഹൗ ഹ്യൂമൻ ഫസ്റ്റ് എമർജഡ് ഇൻ ആഫ്രിക്ക, എങ്ങനെയാണ് മനുഷ്യൻ ആദ്യമായിട്ട് ആഫ്രിക്കയിൽ എമർജ് ചെയ്തത്. ദെൻ ഹൗ ആർക്കിയോളജിസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ദ ഏർലി ഫേസ് ഓഫ് ഹിസ്റ്ററി ഫ്രം ദ റിമൈൻസ് ഓഫ് ബോൺസ് ആൻഡ് സ്റ്റോൺ ടൂൾസ്. ഇപ്പോൾ നമ്മൾ ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചരിത്രം എഴുതുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഹിസ്റ്റോറിയൻസ് എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ആർക്കിയോളജിസ്റ്റുകൾ അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷകർ എന്ന് പറയുന്ന ആൾക്കാരാണ് നമുക്ക് ചരിത്രം സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ ഈ ആർക്കിയോളജിസ്റ്റുകൾ എങ്ങനെയാണ് പുരാതന മനുഷ്യനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചത്, എങ്ങനെയാണെന്ന് നോക്കുക. ഫ്രം ദ റിമൈൻസ് ഓഫ് ബോൺസ് ആൻഡ് സ്റ്റോൺ ടൂൾസ്, അവരുടെ ബോൺസ് അല്ലെങ്കിൽ അവരുടെ എല്ലുകളിൽ നിന്നും അവരുടെ സ്റ്റോൺ ടൂൾസ്, കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളിൽ നിന്നും എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന്, ആഫ്രിക്കയിൽ എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായെന്ന് ആർക്കിയോളജിസ്റ്റ് എങ്ങനെ പഠിച്ചു എന്ന് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ആൻഡ് ദേ ഓൾസോ ട്രൈഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട്, ഈ കിട്ടിയ സ്റ്റോൺ ടൂൾസും പിന്നെ എന്താണ് ഈ ബോൺസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ദേ ട്രൈഡ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ഷെൽട്ടേഴ്സ്, പ്രാചീന മനുഷ്യൻ എങ്ങനെ ജീവിച്ചു, അവൻ്റെ ഷെൽട്ടറുകൾ, അവൻ്റെ വീടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. ദെൻ ദെയർ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ആഹാര സമ്പാദന രീതിയും ആഹാര രീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ദെൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ്, അവർ തമ്മിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പരസ്പരം കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. ദെൻ ഡെവലപ്മെൻറ്റ്സ്, മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ യൂസ് ഓഫ് ഫയർ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സഹായിച്ചു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ആർക്കിയോളജിസ്റ്റുകൾ എന്ത് ചെയ്തു, റീകൺസ്ട്രക്ട് ദ ഹിസ്റ്ററി ഓഫ് എർലി മാൻ, നമ്മുടെ പ്രാചീന മനുഷ്യൻ്റെ അല്ലെങ്കിൽ പ്രാചീന ലോകത്തിലെ മനുഷ്യൻ്റെ ഹിസ്റ്ററിയെ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു എന്ന് പറയാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സസ് അല്ലെങ്കിൽ സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ് സോഴ്സസ് അല്ലെങ്കിൽ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏർലി ഹ്യൂമൻ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുകയാണ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ, ഡിസ്കവറീസ് ഓഫ് ഹ്യൂമൻ ഫോസിൽസ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഫോസിലുകൾ. ഫോസിലുകൾ എന്താണ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഡിസ്കവറീസ് ഓഫ് ഹ്യൂമൻ ഫോസിൽസ്, ദെൻ സ്റ്റോൺ ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ. ദെൻ കേവ് പെയിൻറ്റിങ്സ് ഉണ്ട്, അതായത് ഗുഹാചിത്രങ്ങൾ. ദെൻ ദീസ് ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഏർലി ഹ്യൂമൻ ഹിസ്റ്ററി. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഏർലി ഹ്യൂമൻ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുന്നതെന്ന് പറയാം. ദെൻ നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഫോസിൽസിനെ കുറിച്ചാണ്. ഫോസിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോസിൽസ് ആർ ദ റിമൈൻസ് ഓർ ഇംപ്രഷൻ ഓഫ് എ വെരി ഓൾഡ് പ്ലാന്റ്, അനിമൽ ഓർ ഹ്യൂമൻ വിച്ച് ഹാവ് ടേൺഡ് ഇൻ ടു സ്റ്റോൺ. അതായത് കല്ലുകൾക്കകത്ത് കുടുങ്ങിപ്പോയാലും കല്ലുകൾക്കകത്ത് ഇംപ്രിൻറ്റ് ചെയ്ത് വെച്ചിരുന്നു അല്ലെങ്കിൽ അതിനകത്തേക്ക് ആയി പോകുന്ന റിമൈൻസ് ഓഫ് അനിമൽസ്, പ്ലാന്റ്, ഹ്യൂമൻ. 3 കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ പ്ലാന്റുകളാവാം, ചെടികളോ വൃക്ഷങ്ങളോ ആകാം, അതല്ലെങ്കിൽ അനിമൽസ് ആകാം, മൃഗങ്ങളാകാം, അതല്ലെങ്കിൽ ഹ്യൂമൻസ് ആകാം. ഈ 3 തരത്തിൽപ്പെടുന്ന വസ്തുക്കൾ പാറകളുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കല്ലുകളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അതിനകത്തേക്കായി പോവുകയും അത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ അതിനകത്ത് സെറ്റായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് നശിച്ചു പോകത്തൊന്നുമില്ല. അപ്പോൾ ആ ഒരു രൂപത്തിലുള്ള സംഗതികളെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, ഫോസിൽസ് എന്ന പേരിൽ വിളിക്കുന്നത്. ഫോസിൽസ് ക്യാൻ ബി ഡേറ്റഡ് എയ്തർ ത്രൂ ഡയറക്റ്റ് കെമിക്കൽ അനാലിസിസ്. അപ്പോൾ ആർക്കിയോളജിസ്റ്റ് ഈ ഫോസിൽസ് എടുത്തുകൊണ്ട് വന്നിട്ട് കെമിക്കൽ അനാലിസിസ് നടത്തിയിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മൾ രാസപരിശോധന നടത്തിയിട്ട് അതിൻ്റെ കാലഗണന കണ്ടുപിടിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ബൈ ഡേറ്റിംഗ് ദ സെഡിമെൻറ്റ്സ് ഇൻ വിച്ച് ദേ ആർ ബറീഡ്.
എപ്പോഴാണോ ആ പറയുന്ന വസ്തു ആ കല്ലിനകത്തേക്ക് ആകുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണോ ഈ മനുഷ്യനായാലും പ്ലാന്റ് ആയാലും അനിമൽ ആയാലും ആ കല്ലിനകത്തേക്ക് ആയി പോകുന്നത്, ആ സമയത്ത് ഉള്ള അവസാദങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള ബാക്കി മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് അതിനെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. വൺസ് ഫോസിൽസ് ആർ ഡേറ്റഡ് എ സീക്വൻസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ക്യാൻ ബി വർക്ക്ഡ് ഔട്ട്. ഒരിക്കൽ നമുക്ക് ഈ ഫോസിൽസുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ വെച്ചിട്ട് ഹ്യൂമൻ എവല്യൂഷൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഫോസിൽസിനെ കുറിച്ച് ഒരിക്കൽ കൂടെ പറയാം. ഫോസിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈൻസ് എന്ന് വെച്ചാൽ അവശിഷ്ടങ്ങൾ ഓർ ഇംപ്രഷൻസ് ഓഫ് എ വെരി ഓൾഡ് പ്ലാന്റ്, വളരെ പഴക്കം ചെന്ന ഒരു പ്ലാന്റോ അല്ലെങ്കിൽ അനിമലോ അതല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങോ വിച്ച് ഹാവ് ടേൺഡ് ഇൻ ടു സ്റ്റോൺ, അവ മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പാറകൾക്കിടയിൽ പെട്ടുപോയ രൂപത്തിൽ കാണപ്പെടുന്നതിനാണ് നമ്മൾ ഫോസിൽ എന്ന് വിളിക്കുന്നത്. ഫോസിൽസിന് നമുക്ക് ഒരുപാട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. അത് നശിപ്പിക്കപ്പെടാതെ തന്നെ നമുക്ക് അവിടെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ദെൻ ഇറ്റ് ക്യാൻ ബി ഡേറ്റഡ് either ത്രൂ ഡയറക്റ്റ് കെമിക്കൽ പ്രോസസ്സ്. നമുക്ക് അതിനെ കണ്ടെത്താനായിട്ട് ഒന്നെങ്കിൽ കെമിക്കൽ പ്രോസസ്സ് അല്ലെങ്കിൽ രാസപരിശോധന നടത്താം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള പ്രോസസ്സിൽ കൂടെയൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും.